ജനപ്രിയ ഇനമായ വഞ്ചിപ്പാട്ട് മത്സരം വേദിയിൽ അരങ്ങേറുമ്പോൾ കാണിയായി വന്ന ജനങ്ങളെ കയ്യിലെടുത്തു 3 വയസ്സുകാരൻ. വഞ്ചിപ്പാട്ട് പാരമ്പര്യമുള്ള അർജുൻ സാരഥി തന്നെയാണ് താരം. അച്ഛന്റെയും മുത്തച്ഛന്റെയും എല്ലാം വഞ്ചിപ്പാട്ട് ശീലുകൾ പകർന്നുപാടി ജനഹൃദയം കീഴടക്കുകയാണ് ഈ കുഞ്ഞു കലാകാരൻ. ആറന്മുള പള്ളിയോടങ്ങളുടെ വേഗവും കുട്ടനാടൻ ജലപ്പരപ്പിലെ ആവേശവും കലോത്സവ വേദിയിലേക്ക് പകർന്നു നൽകിയ വഞ്ചിപ്പാട്ട് മത്സരത്തിനിടെ കാണികളുടെ ശ്രദ്ധ മുഴുവൻ ഒരാളിലേക്കായിരുന്നു. ആറന്മുളയുടെ മണ്ണിൽ നിന്നും വഞ്ചിപ്പാട്ടിന്റെ പാരമ്പര്യം നെഞ്ചിലേറ്റിയ 3 വയസ്സുകാരൻ. ആലപ്പുഴ ചെന്നിത്തലക്കരയിലെ കുരുന്ന് അർജുൻ സാരഥി. ഉണ്ണിക്കൈരണ്ടിലും വെണ്ണയുണ്ടങ്ങനെ. ഗർഭാവസ്ഥയിലുള്ളപ്പോൾ മുതൽ കേട്ടു തുടങ്ങിയതാണ്. വായ്ത്താരികൾ ഏതായാലും ഈ കുരുന്നിന് ഹൃദ്യസ്ഥം. വഞ്ചിപ്പാട്ട് എവിടെയുണ്ടോ അവിടെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം അർജുൻ സാരഥിയുമുണ്ട്. ചേച്ചിമാരുടെ പാട്ടൊക്കെ കണ്ടോ? ചേച്ചി പാടുന്ന പാട്ടുണ്ട്. കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. സൂപ്പർ. 2014 മുതൽ വേദിയിൽ പഠിപ്പിക്കുന്നുണ്ട്. 2022 ഇവൻ ജനിച്ചു. അത് കഴിഞ്ഞ് 2023 തൊട്ട് 3 സ്റ്റേറ്റ് കലോത്സവത്തിലും ഇവനെ കൊണ്ട് നമ്മൾ പോകാറുണ്ട്. അതായത് പള്ളിയോടത്തിൻ്റെ എല്ലാ ചടങ്ങുകളിലും പോകാറുണ്ട്. അപ്പോൾ അതൊരു നമ്മുടെ ഒരു പാഷനാണ്, അതിൻ്റെ ഒരു വികാരമാണ്. അത് മോനും കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പാട്ട് കേട്ട് പഠിക്കുകയായിരുന്നു, അല്ലാതെ നമ്മളാരും പറഞ്ഞു കൊടുക്കുകയോ അല്ലെ അങ്ങനെ ഒന്നുമില്ല. ആദ്യം താളം പിടിച്ചു, പിന്നെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, നമുക്ക് തിരിഞ്ഞു വരുന്നില്ലായിരുന്നു. വാക്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് പാടാൻ തുടങ്ങി. ഈരടികൾ ചൊല്ലുക മാത്രമല്ല, കൃത്യമായ ഇടവേളകളിൽ കുരുന്നു കൈകളിൽ താളം പിടിക്കുന്നതും മറ്റൊരത്ഭുതമാണ്. മികച്ച വിജയം നേടിയ സന്തോഷം മത്സരാർത്ഥികൾ പങ്കുവച്ചതും ഈ കുരുന്നുമുത്ത്. കണ്ടുനിന്നവരെല്ലാം പറയുന്നു, 3 വയസ്സുകാരന്റെ താളബോധമല്ല, ഇത് ആറന്മുളേശൻ അനുഗ്രഹിച്ച ദിവ്യ വൈഭവമെന്ന്. ഒരു മത്സരം എന്നതിനപ്പുറം കേരളത്തിന്റെ വീരതാളം വരും തലമുറയ്ക്കും ഒരാവേശമാണ്. പമ്പാ തീരത്തെ വഞ്ചിച്ചിന്തുകൾ കേട്ടുപതിഞ്ഞും പാടിപ്പതിഞ്ഞും വളർന്ന ഈ കുരുന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെ. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം സ്നേഹ മൊള്ളൈനാൽ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.